രേണുസുതി അറിയാതിരിക്കത്തില്ല, നമ്മളെ മരിച്ചുപോയ കൊല്ലം സുധിച്ചേട്ടൻ്റെ വൈഫാണ്. അതുപോലെ തന്നെ റീൽസുകളിൽ ഊക്ക് വാങ്ങിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു സെലിബ്രിറ്റി കൂടിയാണ് രേണുസുതി എന്ന് പറയുന്നത്. പുള്ളിക്കാരിയുടെ ക്യാരക്ടർ എങ്ങനെ ആവട്ടെ, പുള്ളിക്കാരി എങ്ങനെയോ ആവട്ടെ, ഒരു പ്രശ്നവുമില്ല. എല്ലാം എൻ്റെ സുധിച്ചേട്ടന് വേണ്ടിയാണ്. കാരണം ഇത്രയും നെഗറ്റീവ് കമൻറ്റുകൾ കേട്ടിട്ടും പുള്ളിക്കാരിക്ക് ഒരു കൂസലും ഇല്ലാതെ പുള്ളിക്കാരി ഇപ്പോഴും വീഡിയോ എടുക്കുന്നു. ഒരു പുച്ഛഭാവവും ഇല്ലാതാണ് പുള്ളിക്കാരി മുന്നോട്ട് പോകുന്നത്. അതവിടെ നിൽക്കട്ടെ. അഭിനയം ഒരു സൈഡിൽ പോലും പുള്ളിക്കാരിക്ക് എത്തിയിട്ടില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. വേറൊരു കാര്യമുണ്ട്, ഈ പറയുന്ന നമുക്കെന്ത് കഴിവുണ്ടായിട്ടാണ് ഇപ്പോൾ അവരുടെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് അവരെ ഒരുമാതിരി വൃത്തികെട്ട രീതിയിൽ വൾഗറായിട്ട് സംസാരിക്കുന്നുണ്ട്. അവർ നമ്മുടെ അടുത്ത് വന്നിട്ട് കൈ നീട്ടിയിട്ട് എനിക്ക് എന്തെങ്കിലും തരണം, ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചോട്ടെ, എനിക്ക് എന്തെങ്കിലും വാങ്ങിക്കാൻ, എൻ്റെ പിള്ളേരെ നോക്കാനാ എന്നും പറഞ്ഞിട്ട് വന്നില്ലല്ലോ. അവർക്ക് ഇഷ്ടമുള്ളത് അവർ ചെയ്യും. അതിന് എന്തിനാണ് ഈ മാതിരി നരമ്പ് പൊട്ടിയ കമൻ്റൊക്കെ ഇടുന്നത് അവരുടെ കമൻറ്റ് ബോക്സിൽ പോയിട്ട്? അവരുടെ ബോഡി ഷെയിം ചെയ്യുന്നതിൻ്റെ ഒരാവശ്യമില്ല. കാരണം നമ്മളെല്ലാം തികഞ്ഞവന്മാരാണല്ലോ, നമ്മളെല്ലാവരും തികഞ്ഞ ആൾക്കാരായിട്ടോ. ഈ പെണ്ണുമ്പിള്ള എന്താ കാണിക്കുന്ന, ഇവർക്ക് പ്രാന്താണോ എന്നൊക്കെ ചോദിക്കാൻ നമുക്കെന്തുണ്ടായിട്ടാ? എന്ത് കിഴക്ക് ഇരുന്നിട്ടാ? ഒരാളെ ബോഡി ഷെയിം ചെയ്യാൻ പോകുമ്പം ഈ ആലോചിക്കണം, നമ്മളങ്ങ് തികഞ്ഞ് കുത്തി അങ്ങ് മേളിലോട്ട് ചെന്നിരിക്കുന്ന സുന്ദരനും സുന്ദരിമാരും ഒന്നും അല്ല. വയസ്സാവും എല്ലാവർക്കും പ്രായമാകുമ്പോഴത്തേക്ക് ഈ ശരീരം എല്ലാം ചുക്കിച്ചൊളുങ്ങും. മനസ്സിലായോ? അവർക്ക് കഴിവുണ്ടോ ഇല്ലയോ എന്നല്ല, അവരെ കളിയാക്കാൻ പോകേണ്ട സമയത്തിൽ വെറുതെ വേറെ വല്ല പണിക്കും പൊക്കൂടെ? അവരുടെ വീഡിയോ കാണണ്ട, സ്കിപ്പ് ചെയ്ത് വിടണം. എന്താ സ്കിപ്പ് ഓപ്ഷൻ ഇല്ലേ? ഇതൊന്നും ചെയ്യത്തില്ല. കമൻ്റ് അടിച്ചില്ലെങ്കിൽ ഒരു സമാധാനമില്ല.